എനിക്ക് മക്കളില്ലേ? സുഹൃത്തുക്കളെ, ഇത് കുറ്റ്യാടി MDMA ആയിട്ട് പിടിച്ചിരിക്കുകയാണ്. കുറ്റ്യാടിന്ന് പിടിച്ചത് ഒരു പെൺകുട്ടിയെ. ഇത് മാത്രമല്ല, ഇനി ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് മുഴുവൻ പെൺകുട്ടികളെയാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, ഇതെന്തപ്പത് പെൺകുട്ടികളെ മാത്രം ഇങ്ങനെ കാണിച്ചു തരേണ്ട കാര്യം എന്താണ്? പക്ഷെ ഞാൻ പറഞ്ഞു വെക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആണുങ്ങൾ എന്ന ആ ഒരു വിഭാഗം മാത്രം കൈകാര്യം ചെയ്തിരുന്ന MDMA, ഹാഷിഷ്, കഞ്ചാവ്, ഇമാതിരി മനുഷ്യന്മാരാകെ നശിപ്പിച്ച് പണ്ടാറടക്കുന്ന ഇത്തരം സംഗതികളെല്ലാം ഇപ്പൊ സ്ത്രീകൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഇതിൽ നിന്ന് ഒരു വലിയ തോതിൽ സമ്പാദ്യം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇവർ പ്രതീക്ഷിക്കുന്ന ഒരു ആനന്ദം ഉണ്ടാക്കാം എന്നൊക്കെ തോന്നലിലേക്കൊക്കെ ഇവർ എത്തിയിരിക്കുന്നതാണ്. നമ്മൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, കോഴിക്കോട്ട് നിന്നാണ് 3 അധ്യാപകരെ പിടിച്ചത്. 3 അല്ല കേട്ടോ, അത് ഇനി നീളാൻ സാധ്യതയുണ്ട്. ഏറ്റവും വലിയ ഒരു ടെൻഷൻ ഉള്ളത് അവിടുത്തെ കുട്ടികൾക്ക് ഈ മയക്കുമരുന്ന് അവർ കൊടുത്തിട്ടുണ്ടോ എന്നാണ്. ആ ഒരു സംശയം നമ്മുടെ മന്ത്രി തന്നെ ആ ഒരു സംശയം പറയുന്നുണ്ട്. അതൊരു വലിയ കൺഫ്യൂഷനുള്ള സംഗതിയാണ്. നോക്കൂ, ആ ഒരു 3 അധ്യാപകർ ഇതാ. മധു ശീതളിനെ അറസ്റ്റ് ചെയ്യുന്നത് എക്സൈസ് ആണ്. എക്സൈസിന് ഈ വിവരങ്ങളൊക്കെ ലഭിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് എക്സൈസിന്റെയും പോലീസിന്റെയും പരിശോധന ലഹരിക്കെതിരെ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ കോഴിക്കോട് കഴിഞ്ഞ കുറെ മാസങ്ങൾക്കിടയിൽ നിരവധി യുവതികളെ പിടികൂടിയിരുന്നു. അപ്പോൾ നിലവിലുള്ള ഒരു സംശയം എന്നുള്ളത്, ഈ യുവതികളും നിരവധി യുവതികളെ പിടികൂടിയിരുന്നു. മറ്റേ നമ്മൾ ഇത്തരം ക്രൈമുകളൊക്കെ നമ്മൾ കാണാറുള്ളത് ആണുങ്ങളെ മാത്രമാണ്. എന്തായാലും അപ്പൊ സന്തോഷമുണ്ട് ഇവിടെ ചില ആളുകൾക്കെല്ലാം. കാരണം എന്താണ്, ഞങ്ങൾ ആണുങ്ങൾ മാത്രമല്ല ഇമാതിരി കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുക, സ്ത്രീകളും വളരെ ഭംഗിയായിട്ട് ചെയ്യും. യുവതികൾ എന്തുകൊണ്ട് ഇതിന്റെ കാരിയേഴ്സ് ആവുന്നു? യുവതികളിൽ നിന്ന് എന്തുകൊണ്ട് മയക്കുമരുന്ന് പിടിക്കുന്നു? സ്വാഭാവികമായിട്ടും നമുക്കറിയാം, സ്ത്രീകൾ ഇത്തരം ഭാഗത്തിലൊന്നും പോവില്ല, അല്ലെ? സ്ത്രീകൾ ഇത്തരം കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യില്ല. സ്ത്രീകൾ അതിൽ മയക്കുമരുന്ന് ഉണ്ടാവില്ല, സ്ത്രീയുടെ അതിൽ MDMA ഉണ്ടാവില്ല. ഇത് സാധാരണ ആയിട്ടുള്ള ഒരു ജനറൽ ചിന്താഗതിയാണ്. സ്വാഭാവികമായിട്ടും ഒരു സ്ഥലത്ത് അന്വേഷണം നടക്കുമ്പോൾ പലപ്പോഴും സ്ത്രീകളെ ആണെങ്കിൽ നമ്മൾ അവരെ വിടും, അവര് അബലകളാണ്, അങ്ങനെയുള്ള പറയാ, അവർ അബലകളാണ്, അവരൊന്നും ഇതൊന്നും ഉണ്ടാവില്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് തെറ്റ്. കാരണം ഈ ഒരു സ്കൂളില് ദിവസവേതനക്കാരായിട്ടുള്ള കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന 3 അധ്യാപികമാരെ കയ്യിൽ നിന്നാണ് കിട്ടിയത്. പക്ഷേ അധ്യാപികമാർക്ക് ഈ പണി പഠിപ്പിച്ചു കൊടുത്തത് ആര് എന്ന് വലിയ പിടുത്തമില്ല. അധ്യാപികമാര് ആർക്കൊക്കെ ഈ പണി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് വലിയ പിടുത്തമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത് അധ്യാപികന്മാർ മാത്രമല്ല, മറ്റ് അധ്യാപകന്മാർക്കും ഇവരിത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇനി അതല്ല, അവിടുത്തെ കുട്ടികൾക്ക് ഇത് പകർന്നു കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് വലിയൊരു വിപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് വിശ്വസിച്ചിട്ടാണ് നമ്മൾ സ്കൂളിലേക്ക് മറ്റു കുട്ടികളെ വിടുക? ഈ രക്ഷിതാക്കൾക്ക് ഭയാവില്ല. കാരണം അധ്യാപകന്മാർ തന്നെ ഇതിന്റെ കാരിയേഴ്സ് ആണ്, ഇത് ഉപയോഗിക്കുന്നവരാണ്. അപ്പൊ അവരെ മുമ്പിലേക്ക് കുട്ടികളെ എന്ത് ധൈര്യത്തിനാണ് വിടുക എന്നുള്ളതാണ്. അവരിതിനെ വളരെയധികം ലാഘവത്തോടെ കണ്ടിട്ട് ഈ കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എന്തൊരു അവസ്ഥയായിരിക്കും. ഒരു കാലഘട്ടത്തില് അധ്യാപകന്മാരെയും ഒക്കെ കണ്ടിരുന്ന, അവർക്ക് കൽപ്പിച്ചു കൊടുത്തിരുന്ന ഒരു വലിയ ഒരു നിലവിലേക്കുണ്ട്. അതൊക്കെ നശിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പിടിയിലായ അധ്യാപികമാരുമെല്ലാം ഒരൊറ്റ ലഹരി ശൃംഖലയുടെ കണ്ണികളാണോ എന്നുള്ളതാണ്. അതിൽ സംശയം ഉണ്ടാക്കുന്നത് ഈ കേസ് തന്നെയാണ് മധു. അതിൽ ഈ ശീതളിനെയും ഒപ്പം സുഹൃത്തായ ഫിറോസിനെയും ഉള്ളിയേരിയിൽ വെച്ചാണ് എക്സൈസ് പിടികൂടുന്നത്. ഇവരുടെ കൈവശം MDMAയും കഞ്ചാവും ഉണ്ടായിരുന്നു. ഒരു ലോഡ്ജിൽ വെച്ചാണ് ഈ 21-കാരിയെയും സുഹൃത്തിനെയും പിടികൂടുന്നത്. അങ്ങനെ പിടികൂടിയപ്പോൾ എക്സൈസിന് ലഭിച്ച വിവരങ്ങളാണിത്. അതായത് ഈ അധ്യാപികയായ കീർത്തന 21-കാരി എങ്ങനെയാടാ ടീച്ചർ ആവുന്നേ? ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളൂ. കേക്കാം. ശീതളും സുഹൃത്തുക്കളാണ്. ശീതളിനെ ഈ MDMA കടത്തിലേക്ക് എത്തിച്ചത് കീർത്തനയാണ് എന്നുള്ളതാണ് വിവരം. ശീതളിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ എക്സൈസിന് കണ്ടെടുക്കാനും കഴിഞ്ഞിരുന്നു. മാത്രമല്ല, ഒപ്പം പിടിയിലായ ഫിറോസും ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ. ഭയങ്കരം. ഇത് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത്, ഇത്തരം കൈമാറ്റങ്ങളിലൂടെ ഇവർ അക്കൗണ്ടിലേക്ക് എത്തുന്നത് ലക്ഷങ്ങളാണ് എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് തങ്ങളുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രസ്തുത അക്കൗണ്ടിലേക്ക് ഇങ്ങനെ പല സ്ഥലത്തു നിന്നും ഒരുപാട് പണം ഇങ്ങനെ എത്തുമ്പോഴെങ്കിലും ഇവർക്കൊരു സാമാന്യ ബോധമെങ്കിലും വേണ്ടേ? അതില്ല. കാരണം ഇത് എന്തായാലും ഇത് പിടിക്കപ്പെടുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.
അപ്പൊ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇതിന് പെട്ടു, ഒന്നെങ്കിൽ ഇതിൽ പെട്ടു തിരിച്ചു വരാൻ സാധിക്കില്ല, കൊല്ലപ്പെടാം അല്ലെ. ഒന്നെങ്കിൽ ഞാൻ താൻ ഇതിൽ പെട്ടുപോയി, ഇതിൽ കണ്ണിയായി, തിരിച്ച് ഞാൻ ഈ പരിപാടിക്കൊന്നുമില്ല, ഞാൻ ഇതൊക്കെ വിടുകയാണ്, ഇതൊക്കെ നിർത്തുകയാണ്, ഞാൻ മാന്യമരിക്ക് ജീവിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് സ്വന്തം കുടുംബത്തേക്ക് എത്തുകയാണെങ്കിൽ തന്നെ ഒരു പക്ഷേ അതിന്റെ ഇനിയിപ്പോ അവരെങ്ങ ഇത് ഒറ്റിക്കൊടുക്കുമോ ഭാവിയിൽ എന്ന പേരിൽ ഇതിന്റെ വലിയ വലിയ ടീമുകളൊക്കെ ഒരു പക്ഷെ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്, ഈ ഒരു ആളെ തീർക്കാനൊക്കെ സാധ്യതയുണ്ട്. ആ ഒരു ഭയത്തിന്റെ പേരിൽ ഇതിനൊപ്പം സഹിച്ചു നിൽക്കേണ്ടി വന്നതാണോ എന്നും അറിയില്ല അല്ലെ. അതിനും സാധ്യത കൂടുതലാണ്. നിർണായകമായ സൂചനകൾ എക്സൈസിന് നൽകുകയും ചെയ്തിരുന്നു. അതിനു പിന്നാലെ തന്നെ കീർത്തനയും കൂടാതെ പിടിയിലായ കാവ്യയും, ഈ രണ്ടുപേരും അധ്യാപികമാരാണെന്ന് ഓർക്കുക. ഇവർ രണ്ടുപേരും എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. മാത്രമല്ല ഈ ശീതളിന്റെ ഒരു സുഹൃത്ത്, ഇവർ മംഗലൂരുവിൽ വെച്ച് ഒരുമിച്ച് പഠിച്ചതാണ്. അങ്ങനെ ഈ ശീതളിന്റെ ഒരു സുഹൃത്തു കൂടി എക്സൈസിന്റെ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് മാധു, ഒരുപാട് യുവതികൾ ഇവരുടെ വലയിൽ അകപ്പെട്ടു എന്നുള്ളതാണ്. ഇതിന്റെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, തീർച്ചയായിട്ടും അകപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. കാരണം യുവതികൾക്ക് യുവതികളെ വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ പണ്ട് കോഴിക്കോട് വർക്ക് ചെയ്യുന്ന സമയത്ത് കോഴിക്കോടേക്ക് ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ ഒരു പെൺ സുഹൃത്ത് അവർ പറഞ്ഞത്, അവർ പലപ്പോഴും ആണുങ്ങൾ മിക്സഡ് ആയിട്ടുള്ള കമ്പാർട്ട്മെന്റിൽ കയറുള്ളൂ. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റിൽ കയറാത്തത്? അവർ പറഞ്ഞത് ഏറ്റവും അപകടം പിടിച്ച സ്ഥലം എന്ന് പറയുന്നത് സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റാണ്. അവിടെ ആയിരിക്കും ഈ പറയുന്ന പിമ്പുകളും ഇമാതിരി എല്ലാ പരിപാടിയും. ഇത് വർഷങ്ങൾക്ക് മുമ്പാണ് പിമ്പുകളൊക്കെ ഈ പറഞ്ഞ പരിപാടികളൊക്കെ ഉണ്ടായിരിക്കും, മിക്കവാറും അവിടെ ആയിരിക്കും. ഒരുപക്ഷെ അതിൻ്റെ ഇടയിൽ നിന്ന് അവർക്കൊരു അപകടം സംഭവിച്ചാൽ പോലും ഒപ്പമുള്ളവർ തിരിഞ്ഞു നോക്കില്ലായിരുന്നു. അതേസമയം ഇതിൻ്റെ ഇടയിൽ ആരെങ്കിലും എന്നെ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ അടുത്ത ഏതെങ്കിലും ഒരാണൊരുത്തനെങ്കിലും തനിക്ക് വേണ്ടി സംസാരിക്കാൻ ഉണ്ടാകുമെന്നായിരുന്നു അന്ന് ആ സുഹൃത്ത് എന്നോട് പറഞ്ഞത്. ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാണെന്നുകൂടി എനിക്ക് തോന്നിപ്പോയി. അപ്പോൾ ഇത് ഒരു സ്ത്രീ മാത്രമല്ല, ഈ സ്ത്രീയിലൂടെ ഒരുപാട് ആളുകളിലേക്ക്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് എൻ്റെ പ്രദേശത്തെ, ഇവൻ എന്താ പറയാ, എൻ്റെ ഏറ്റവും അടുത്ത പ്രദേശത്തെ നോക്കൂ. മനുഷ്യക്കടത്തിന് പിന്നിൽ രാജ്യാന്തര സെക്സ് റാക്കറ്റ് ഉണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിന്റെ വ്യക്തമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? തൻ്റെ സൗന്ദര്യം വെച്ച് തൻ്റെ വീഡിയോയിലുള്ള തൻ്റെ കഴിവ് വെച്ച് ഇവര് മനുഷ്യക്കടത്തും മയക്കുമരുന്ന് അടക്കമുള്ള പരിപാടി ചെയ്യുന്നതാണ്. ഇത് പൊന്നാനിയിൽ നിന്ന് കഴിഞ്ഞിട്ടില്ലേ? ആ പോലീസിന്റെ വർത്തമാനം കേട്ട ചില പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട്സ് പരിശോധിച്ചപ്പോൾ ഒരു വ്യക്തിയുടെ അക്കൗണ്ടിൽ തന്നെ നമുക്ക് 1 കോടിയധികം ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ട്. 1 കോടിയിലധികം ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് മീൻസ് ഇവർ എത്ര നടത്തിയിട്ടുണ്ടായിരിക്കും ഈ ഒരു മയക്കുമരുന്ന്? കഴിഞ്ഞിട്ടില്ല, അടുത്ത കേസ് സ്ത്രീ തന്നെ, സോറി സ്ലോ മോഷനാക്കി കൊടുത്തിരിക്കുന്നു. എന്താണ് നടന്ന് വരത്തൊക്കെ നോക്കിയേ? മയക്കുമരുന്ന് കേസിലെ പ്രതി എന്നാണ് പറയുന്നത്. കണ്ടില്ലേ? ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ ആണെന്നൊക്കെ തോന്നും, വരവ് കണ്ടാലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് കോഴിക്കോടുന്ന് മുക്കത്ത് നിന്നാണ് ഇത് പിടിച്ചിട്ടുള്ളത്. ഇനിതാ അടുത്തൊരു കേസ്, അത് അത്ഭുതപ്പെടുന്ന കേസാണ്. ഇതും കോഴിക്കോടെന്നാണ്. ഇതെന്താ കേസ് എന്നറിയോ? ഇത് അവിടെയുള്ള ഗർഭിണിക്ക് കൂട്ടിരിക്കാൻ വന്നതാണ് സ്ത്രീ. അവരെ കയ്യിൽ നിന്ന് പിടിച്ചത് MDMA ആണ്. ഇനി ഈ അധ്യാപകരെ പറ്റി, കീഴിലുള്ള 2 അധ്യാപകരാണ് ഈ രീതിയിൽ ലഹരിക്കടത്തിൽ പെട്ടിരിക്കുന്നത്. എന്താ പറയാ, മുഴുവൻ സമയ അധ്യാപകരല്ല, കോൺട്രാക്ട് സ്റ്റാഫുകളാണ്. ഓരോ വർഷവും പുതുക്കുന്ന ആളുകളാണ്. അതിൽ ഒരാള് പ്രതിയാന്ന് അറിഞ്ഞപ്പോൾ 13-ാം തീയതി തന്നെ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. 2ാമത്തെ ആള് ഇന്ന് ടെർമിനേറ്റ് ഉത്തരവ് ഇറങ്ങും, ഇന്ന് ഇറക്കും. എന്തായാലും ഇത് ഒരു ഭീകരമായ കാര്യത്തിലേക്കാണ് എത്തുന്നത്. നമ്മുടെ മന്ത്രി തന്നെ പറയുന്ന ഒരു ടെൻഷൻ ഇങ്ങനെയാണ്. വേദനാജനകമായ സംഭവമാണ് വടകരയിൽ ഉണ്ടായത്. 3 ടീച്ചേഴ്സിനെ അറസ്റ്റ് ചെയ്തു. ഇനിയും കണ്ണികൾ കിട്ടാനുണ്ട്, അതിന്റെ പരിശ്രമത്തിലാണ്. അത് വടകര റൂറൽ SP മെറിൻ ജോസഫ് അടക്കമുള്ള ടീം നന്നായി അത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇതിന്റെ പിന്നിൽ കണ്ണികൾ ഉണ്ട് എന്നാണ് വിവരം. ഇത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അധ്യാപകർ ഇതിന്റെ പിന്നിൽ, ഇതിന്റെ വിൽപ്പനക്കാരായി മാറുന്നു, പണം സമ്പാദിക്കുന്നു. ഇവരിനി കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ പേടി. അതും പരിശോധിക്കാൻ പറഞ്ഞിരിക്കുന്നു. യെസ്, കണ്ടില്ലേ? കൃത്യമായിട്ട് അദ്ദേഹം ഭയം തുറന്നു പറയുന്നു. കുട്ടികൾക്കും കൊടുത്തിട്ടുണ്ടോ എന്നാണ് എൻ്റെ പേടി. ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എനിക്കിത്ര പറയുള്ളൂ, സൂക്ഷിക്കണം. പഴയ കാലഘട്ടത്തിൽ അധ്യാപകർ
അധ്യാപികമാർ എന്ന് പറയുന്ന ഒരു വൻ സങ്കല്പവും അല്ലേ, ഒരു അപാരമായിട്ടുള്ള ഒരു ഉണ്ടാക്കിയെടുക്കലൊക്കെ ഇല്ലേ, അതൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുക. എല്ലാവരെയും നമ്മൾക്കൊരു സംശയത്തിന്റെ കണ്ണിൽ മാത്രം നോക്കിക്കാണേണ്ട അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് കുടുങ്ങിപ്പോകുന്നത് സത്യസന്ധമായിട്ട് വളരെ വൃത്തിയായിട്ട് ഇത്തരം സംഗതികളൊന്നുമില്ലാതെ കുട്ടികളെ നന്മ മാത്രം കണ്ട് അധ്യാപനം നടത്തുന്ന കരാർ ജീവനക്കാരുണ്ടായിരിക്കും. ശരിക്കുള്ള എന്താ പറയുക, ഗവൺമെന്റ് സർട്ടിഫൈ ചെയ്യപ്പെട്ട അധ്യാപകരുണ്ടായിരിക്കും അല്ലേ. കുട്ടികളെ നന്മ മാത്രം കണ്ട് അധ്യാപനം നടത്തുന്ന ആളുകളുണ്ടായിരിക്കും. അവർ കൂടി സംശയത്തിന് നിഴലിലാണ്. ഇപ്പൊ എല്ലാ സ്കൂളുകളും സംശയത്തിന് നിഴലിലാണ്. ഏതൊക്കെ സ്കൂളിൽ ഇപ്പോൾ ഇങ്ങനെ കരാർ അടിസ്ഥാനത്തിൽ ആളുകളുണ്ട്, സംശയമാണ്. അവരെ രീതികൾ എന്തൊക്കെയാണ്? ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിക്കുന്ന, നല്ല അധ്യാപകരെ പോലും സംശയിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് ഇതിനൊക്കെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അത്ഭുതം, ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഇപ്പോൾ ഇത്തരം മയക്കുമരുന്ന് കേസിൽ പെടുന്നു. അവർ കാരിയേഴ്സ് ആകുന്നു, അവർ പണം സമ്പാദിക്കുന്നു. എന്തുകൊണ്ട് എന്നുള്ളത് ആലോചിക്കേണ്ടത് തന്നെയാണ്. ബൈ.